ബ്രിക്സ് കൺട്രി അവരുടെ സ്വതന്ത്ര വ്യാപാര കരാർ അല്ലെങ്കിൽ ബ്രിക്സ് കറൻസി, ഈ രണ്ട് കാര്യങ്ങൾ US എന്നും ഒരു നൈറ്റ്മെയറാണ്. അവർ ഒരിക്കലും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, വളരെ സ്ട്രോങ് ആയിട്ടാണ് ഇതിനെ കണ്ടം ചെയ്യുന്നത്. എന്തായിരിക്കും കാരണം? ബ്രിക്സ് കൺട്രികളായ റഷ്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ ഇവരെല്ലാം ചേർന്ന് ഒരു സ്വതന്ത്ര വ്യാപാര കരാർ, ഒരു ട്രേഡ് ഡീൽ സൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എക്സ്ചേഞ്ച് വാല്യൂ, ഈ ട്രേഡിൻ്റെ എക്സ്ചേഞ്ച് വാല്യൂ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ബ്രിക്സ് കറൻസി. ആയിരിക്കും ഇത് പെട്ടെന്ന് ഇത് സാധ്യമല്ല, ഇറ്റ് വിൽ ടേക്ക് സം ടൈം. എന്നിട്ട് ഇവരുടെ ഉള്ളിലുള്ള വ്യാപാരം കംപ്ലീറ്റ് ആയിട്ട് ബ്രിക്സ് കറൻസിയിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോകം മുഴുവൻ പെട്ടെന്ന് പാനിക്കാവും. കാരണം എന്ന് പറഞ്ഞത് 40% പോപ്പുലേഷൻ ഉള്ളത് ഈ ബ്രിക്സ് കൺട്രിയിലാണുള്ളത്. ഇതുമൂലം യൂറോപ്പിലെയും UK യിലെയും US-ൻ്റെയും സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആവും, അവരുടെ എക്കണോമി ഇത് ബാധിക്കും. അതുകൂടാതെ ഈ ബ്രിക്സ് കൺട്രി വാശി പിടിക്കുകയാണ്, പുറമേ, അതായത് ഈ ബ്രിക്സിന് പുറമേ ഉള്ള രാജ്യങ്ങൾ ഞങ്ങളോട് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ബ്രിക്സിൽ മാത്രമാവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബ് കൺട്രീസ് then they have to do the trade with BRICS currency. അതെന്താ സംഭവിക്കുന്നത്? ഇപ്പം അറബ് കൺട്രീസിന് അവർക്ക് ഏഷ്യൻ കൺട്രീസും എസ്പെഷ്യലി ചൈനയായിട്ടും ഇന്ത്യയായിട്ടൊന്നും ട്രേഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇപ്പം 47% ഓയിൽ മാത്രമേ നമ്മളിപ്പോൾ റഷ്യയിൽ വാങ്ങുന്നുള്ളൂ. ബാക്കിയുള്ള ഏകദേശം 53% ഓയിലും ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ഓൾമോസ്റ്റ് ഫ്രം ദീസ് അറബ് കൺട്രീസ് ആണ്. ഇറാഖ്, സൗദി അറേബ്യ, ഇറാൻ. ഓക്കെ, സോ ഇൻ ദാറ്റ് കേസിൽ ഈ അറബ് കൺട്രീസ് ഓൾസോ സ്റ്റാർട്ട് ട്രേഡിങ് വിത്ത് ദ ബ്രിക്സ് കറൻസി, ദെൻ ഡോളറിൻ്റെ ആ പ്രാധാന്യം കുറയും, അത് ഡീവാലുവേറ്റ് ആവും, ഡോളർ റേറ്റ് കുറയുകയും ചെയ്യും. ഇത് പിന്നെയും ലോകമെമ്പാടുമുള്ള ഡോളർ കൈവശം വച്ചിരിക്കുന്ന ആൾക്കാരിൽ പാനിക് ഉണ്ടാവും. അവർ ഫോറക്സ് മാർക്കറ്റിൽ ഈ ഡോളറിനെ സെല്ല് ചെയ്ത് അവർ ഗോൾഡ് വാങ്ങിക്കും. അതുകൊണ്ട് ഗോൾഡ് പ്രൈസ് വിൽ സ്കൈ റോക്കറ്റ്, മുമ്പോട്ട് പോകും. ഡോളർ വാല്യൂ വിൽ അഗെയിൻ ഡിവാലുവേറ്റ്. ഡോളർ പിന്നെ റാപ്പിഡായിട്ട് താഴോട്ട് പോകുന്നു. ഓക്കെ, സോ ഇപ്പം എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ US വിൽ കം ആൻഡ് ദേ സേ ദാറ്റ് ഞങ്ങൾ ഈ ബ്രിക്സ് കറൻസി അല്ലെങ്കിൽ ബ്രിക്സ് കൺട്രിയുമായിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് ഞങ്ങൾ വ്യാപാരം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും പാനിക്കാവുന്നു. അഗെയിൻ ഡോളർ ഈസ് ഗെറ്റിംഗ് ഡിവാലുവേറ്റഡ്. അപ്പം ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ അവസ്ഥ ഉണ്ടായ ശേഷം ഡോളർ തീർത്തും എന്താ പറഞ്ഞ ഒരു ആഗോള കറൻസി ആണെന്നുള്ള സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വരും. ഒരു മൾട്ടി പോളാർ സിസ്റ്റം, എന്താ പറയുക, ഒരു മൾട്ടി പോളാർ കറൻസിയിലേക്ക് ഈ ലോകത്തിൻ്റെ വ്യാപാരം എല്ലാം മാറുകയും അതിൻ്റെ ഒരു 60% ഷെയർ ബ്രിക്സ് കറൻസി വഹിക്കുകയും ചെയ്യും. ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി